ആ ചേട്ടൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഷൗട്ട് ചെയ്തു, ഞാൻ ആരാന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ച് ഷൗട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ലിനറ്റ് ദേഷ്യം വരുമ്പം കരയുവാണോ, ദേഷ്യം അതുപോലെ എക്സ്പ്രസീവ് ആണോ ചെയ്യാറ്? കരഞ്ഞു പോകും. ഞാൻ എല്ലാ സമയത്തും ഞാൻ കരഞ്ഞു പോവുകയാണ് ചെയ്യുക ദേഷ്യം വരുന്നത്. ശരീരത്തിൻ്റെ പോലെ തന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങളും തലമുറകളിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ മൈൻഡ് ഒന്ന് മൂഡ് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് വേദനയാണെന്ന് നമ്മൾ എത്ര പേരോട് ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ശരീരം പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ മനസ്സും ആത്മാവും ഒക്കെ. ഒരാൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ അദ്ദേഹത്തെ മരത്തെ കെട്ടിയിട്ട് അപ്പൻ പണിഷ് ചെയ്യുമ്പോൾ അടിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉറക്കമില്ലായ്മയ്ക്കാണ് കൗൺസിലിങ്ങിന് വന്നത്. പക്ഷെ അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ ആ റൂട്ട് കിടക്കുന്നത് ചൈൽഡ്ഹുഡിൽ. കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ കൗൺസിലർക്ക് ഈശോയുടെ ഒരു പ്രതിനിധിയായിട്ട് നിന്ന് ഒരു ആത്മീയ തലത്തിലാണോ ഹീലിംഗ് വേണ്ടത്, മാനസിക തലത്തിലാണോ, ശരീരത്തിൻ്റെ തലത്തിലാണോ എന്ന് ഗൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ളവരുടെ ഒപ്പമാകാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ടോ? അവരെൻ്റെ കൂടെ ഇരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമായിരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊപ്പം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് സിസ്റ്റർ ഡോക്ടർ ഗ്രേസ് ആണ്. സ്വാഗതം സിസ്റ്റർ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന്. സിസ്റ്റർ, നമുക്കൊരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണും, നമുക്കറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒരു തലവേദന വന്നാൽ പോലും നമ്മളൊന്ന് കിടന്നുറങ്ങും. നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ, നമ്മുടെ ശരീരത്തെ നോക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പലപ്പോഴും നമ്മുടെ മൈൻഡ് ഒന്ന് മൂഡ് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് വേദനയാണെന്ന് നമ്മൾ എത്ര പേരോട് ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ശരീരം പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ മനസ്സും ആത്മാവും ഒക്കെ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും ഒരുപോലെ പ്രധാനപ്പെട്ടതുമാണ്. അത് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന് ലിനറ്റ് പറഞ്ഞു. അപ്പോൾ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആത്മാവ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ശരീരവും മനസ്സും ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്, അത് ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മനസ്സിലാണല്ലോ നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, ഇമോഷൻസ്. ഈ തോട്ട്സ് ഇമോഷൻസ് നെഗറ്റീവ് ആയാൽ അത് നെഗറ്റീവ് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. തോട്ട്സും ഇമോഷൻസും പോസിറ്റീവ് ആയാൽ പോസിറ്റീവ് ബിഹേവിയർ. അപ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങൾ, ഇമോഷൻസ് നെഗറ്റീവ് ആകുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും. നമ്മളെ തലച്ചോറാണല്ലോ മൈൻഡിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, തലച്ചോറ്. അപ്പോൾ തലച്ചോറിലെ ചിന്തകളിലും വികാരങ്ങളിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങൾ അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ അവയർനെസ്സിലൂടെ, ഒരു സെൽഫ് അവയർനെസ് നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉത്കണ്ഠാകുലരായിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഡിപ്രസ്ഡ് ഫീലിങ്സ് വരുന്നത്, ഇതിനൊക്കെ ചിലപ്പോൾ പാസ്റ്റിൽ, പ്രത്യേകിച്ച് 21 വയസ്സിലാണ് തലച്ചോറ് പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. അപ്പം ഈ 21 വയസ്സിൽ താഴെയുള്ള നമ്മളുടെ ടീനേജ് കാലഘട്ടങ്ങളിൽ, ചൈൽഡ്ഹുഡിൽ ഒക്കെ നമുക്കുണ്ടാകുന്ന നിഷേധാത്മകമായ അനുഭവങ്ങൾ, അത് ചിലപ്പം പേരൻസിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറികളാകാം, മുറിവേറ്റ അനുഭവങ്ങളാകാം, കൂട്ടുകാരിൽ നിന്നുള്ളതാകാം, നമ്മൾ ബുള്ളിയിങ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ബുള്ളീഡാകാം, കളിയാക്കപ്പെടുക, അപമാനിക്കപ്പെടുക, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പേരിലാവാം, നമ്മുടെ കുറവുകളുടെ പേരിലാകാം, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളുടെ പേരിലാകാം കളിയാക്കപ്പെടുക. മനസ്സ് മുറിഞ്ഞു, അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു, നമുക്കിപ്പോൾ അതിൻ്റെ പേരിട്ട് വിളിക്കാം, നമ്മൾ അബ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഫിസിക്കലായിട്ടുള്ള അബ്യൂസ്, ദുരുപയോഗത്തിനിടയാകുക, വൈകാരികമായിട്ട് ദുരുപയോഗിക്കപ്പെടുക, അല്ലെങ്കിൽ സെക്ഷുവലായിട്ട് ദുരുപയോഗിക്കപ്പെടുക, വെർബലായിട്ട്. ഇപ്പോൾ ചിലപ്പോൾ പൊട്ടിയാണോ അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ നമ്മളുടെ തലയിലേക്ക് പതിയും കൊച്ചു കാലഘട്ടത്തിൽ. അത് ചിലപ്പോൾ നെഗറ്റീവ്, അപ്പോൾ നമ്മുടെ ഒരു ആങ്കറിൽ നിന്നായിരിക്കും അത് പറയുന്നത്. അപ്പോൾ അത് കുട്ടിയുടെ തലച്ചോറിനെ എങ്ങനെ ഹാം ചെയ്യുന്നുണ്ട് അല്ലെ ബാധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചായിരിക്കത്തില്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കുട്ടിയെ സാരമായിട്ട് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഐഡൻറ്റിറ്റി ബിലീഫ്സ്, അത് നമ്മളെക്കുറിച്ചുള്ള ഒരു ലയ്യ. ഉദാഹരണത്തിന്, ഞാൻ ഗുഡ് ഇനഫ് അല്ല, അല്ലെ ഞാൻ ഒരു വർത്തിയല്ല, മൂല്യമുള്ളവനല്ല എന്ന് കുട്ടിക്ക് തോന്നുക.
അപ്പോൾ ആ തോന്നൽ അവളെക്കുറിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി ബിലീഫിലായി, കള്ളത്തരത്തിൽ എന്നെക്കുറിച്ച് ഞാൻ അസത്യമാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഹീൽ ചെയ്യപ്പെടാതെ പോയി കഴിഞ്ഞാൽ മുതിർന്നു കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ചെറുപ്പകാലത്തിലുള്ള നമ്മുടെ മൈൻഡ് അത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും നല്ല ഷെൽട്ടർ, ഇപ്പോൾ നമ്മൾ നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കും, നല്ല ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കും പേരൻസ്, നല്ല വീടൊക്കെ പണിത് വെക്കും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനനുസരിച്ചുള്ള സംസാര രീതികളും അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളും ഒക്കെയാണോ ഞാൻ ഈ കുട്ടിക്ക് നൽകുന്നതെന്നുള്ളത്, അത് സ്കൂളിലും വീട്ടിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്റർ പറഞ്ഞത് വളരെ കറക്റ്റ്. ഇപ്പൊ നമുക്കിപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി, വീട്ടിലൊക്കെ ചെന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മമ്മി ചോദിക്കും, നിനക്ക് എന്താ വട്ടാണോ, നിനക്ക് എഴുന്നേറ്റ് പോയിക്കൂടെ, അങ്ങനെ ചോദിക്കും. അപ്പം നമുക്ക് ഹൗ ആർ യു ഫീലിംഗ് എന്ന് ഇംഗ്ലീഷ് ചോദിക്കാം. അപ്പം ഞാനിപ്പോൾ ലിനറ്റിനോടൊന്ന് ചോദിച്ചോട്ടെ, ഹൗ ആർ യു ഫീലിംഗ് നൗ? കുഴപ്പമില്ല, ഓക്കെ ആണ്, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഓക്കെ എന്നുള്ളതോ കുഴപ്പമില്ലെന്നുള്ളതോ ഇമോഷൻ അല്ല. ഇമോഷൻസിൻ്റെ ചാർട്ട് അല്ലെ വീല് നമ്മൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇമോഷൻസിനെ നെയിം ചെയ്ത് ഒരു വീലുണ്ട്. അതായത് പ്രൈമറി ഇമോഷൻസ്, ഉദാഹരണത്തിന് ഒരു പ്രൈമറി ഇമോഷനാണ് ഹാപ്പി, സാഡ്, ആങ്കർ, ഫിയർ. അപ്പോൾ ഈ ഇമോഷനോടെല്ലാം ചേർന്ന് നിരവധി ഇമോഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഹാപ്പിയിൽ വരുന്ന ഒരു ഇമോഷനാണ് പീസ്, സമാധാനം, ജോയ്, ആനന്ദം. അപ്പോൾ നമുക്ക് ഈ ഇമോഷൻസിനെ, ഉദാഹരണത്തിന് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, എനിക്ക് ആങ്കറാണ് അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ലിനറ്റിനോട് ഒരു ചോദ്യമോട് ചോദിക്കുക, ലിനറ്റ് ദേഷ്യം വരുമ്പം കരയുവാണോ, ദേഷ്യം അതുപോലെ എക്സ്പ്രസീവാണോ ചെയ്യാറ്? കുറെ കരഞ്ഞു പോകും. ഞാൻ എല്ലാ സമയത്തും ഞാൻ കരഞ്ഞു പോവുകയാണ് ചെയ്യുക ദേഷ്യം വരുമ്പോൾ. അതെ, അപ്പോൾ ഞാനും അങ്ങനെ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത് വളരെ താമസിച്ചാണ്. ഞാൻ ദേഷ്യം വരുമ്പോൾ കരയാറുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, പെൺകുട്ടികൾ കരയുന്നത് ഓക്കെ, അപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് പുറത്ത് കാണിക്കുക. അതേസമയം ആൺകുട്ടികൾ കരഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പെണ്ണിനെ പോലെ കരയാതെ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ കരഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഒരു ഇത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് എങ്ങനെയോ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദേഷ്യം വന്നാൽ നമുക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് കരയുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇമോഷൻസിനെ നെയിം ചെയ്യാനോ, നമ്മുടെ ഇമോഷൻസ് ഇന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തെന്നോ നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് നമ്മുടെ ഈ കൾച്ചറിലുണ്ട്. ഉദാഹരണത്തിന് കുഴപ്പമില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കൊച്ചു കുട്ടികളോട് നമ്മൾ ഹൗ ആർ യു ഫീലിംഗ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഐ എം ഫീലിംഗ് സാഡ്, ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ്, ഐ എം ആങ്ഷ്യസ്. അങ്ങനെ ഇമോഷൻസിനെ നെയിം ചെയ്യാൻ അവർക്കറിയാം. ഈ ഇമോഷൻസിനെ നെയിം ചെയ്യുന്നത് വളരെ നല്ലതാകുന്നത് നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവിന്. ഉദാഹരണത്തിന് വിശക്കുമ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ ആ ദേഷ്യപ്പെടുമ്പോൾ അതിന് ഇരയായിത്തീരുന്നത് എൻ്റെ കൂടെ ഉള്ളവരാണ്. അപ്പോൾ എൻ്റെ വിശപ്പിനെ ഞാൻ തക്ക സമയത്ത് എൻ്റെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ശമിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവന് അതിൻ്റെ വിക്ടിം ആകാതിരിക്കുക, എൻ്റെ ദേഷ്യത്തിൻ്റെ, എൻ്റെ നെഗറ്റീവ് ഇമോഷൻ്റെ. അപ്പം അതെൻ്റെ ഒരു തിരിച്ചറിവല്ലേ. ഇപ്പോൾ സിസ്റ്റർ, ഇപ്പം നമ്മുടെ ബോഡീനെ പറ്റി ഭയങ്കര അവെയർ ആയിരിക്കും. അപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചൂട് വരുന്നൊരു നേച്ചറാണ് എൻ്റെ. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി പഠിക്കും. അപ്പോൾ ഇങ്ങനെ ആയുർവേദത്തിലൊക്കെ ഒരു പിത്ത സ്വഭാവമുള്ള നേച്ചറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചൂട്, എൻ്റെ ബോഡിയുടെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഇപ്പോൾ എൻ്റെ ജെനറ്റിക്സ് ആയിട്ട് എൻ്റെ പേരൻസിനൊക്കെ ഷുഗറുള്ള ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരിക്കും എപ്പോഴും. അപ്പോൾ എൻ്റെ ശരീരത്തെ പറ്റിയിട്ട് ഞാൻ അവെയർ ആയിരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു മൈൻഡിനെ പറ്റിയിട്ടും ഞാൻ അവെയർ ആയിരിക്കുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും കുട്ടികൾക്കാണെങ്കിലും, കുട്ടികളെ ഒന്നാമത് നമുക്കത് ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പേരൻസിനാണെങ്കിലും യങ്സ്റ്റേഴ്സിനാണെങ്കിലും സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പം ബോഡി മാത്രമായി പോവാണ്. എനിക്ക് തോന്നാറുണ്ട് മൈൻഡ് അവെയർനെസ് ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാവണമെന്ന്. അപ്പം അതെങ്ങനെയാണ് നമ്മിലേക്ക് വരിക, അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വികാരങ്ങൾ, ചിന്തകൾ, അതാണല്ലോ നമ്മുടെ ബിഹേവിയറിലേക്ക് പോകുന്നത്. നമ്മുടെ ചിന്തകളും പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതുപോലെ നമ്മുടെ ഇമോഷൻസും. ഇപ്പോൾ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ, നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് വിശക്കുമ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ദേഷ്യത്തിൻ്റെ പുറകിലുള്ള കാര്യം എന്താ, എന്തെങ്കിലും ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഏതെങ്കിലും ഒരു അൺമെറ്റ് നീഡ് എനിക്ക് കിടപ്പുണ്ടോ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ധ്യാനം, ചിന്ത, എന്തുകൊണ്ട് ഞാനിങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഐ എം നോട്ട് പെർഫെക്റ്റ് അല്ലേ, ഞാൻ വന്നിരിക്കുന്ന ഫാമിലി പെർഫെക്റ്റ് അല്ല, വി ഓൾ ആർ ഫ്രം ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്.
അത് പറയാൻ നമുക്കത്ര എളുപ്പമല്ല. നമ്മളെപ്പോഴും പറയാറ് ഞാൻ വലിയ കുടുംബത്തിലെയാണ്, നല്ല ഇതാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ നമ്മുടെ ജനിതകമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് പേരൻസിന് ചിലപ്പോൾ ഉണ്ടാവാം, ഇനിയും പേരൻസിന് ഇല്ലാത്തവരിലും ഉണ്ടാകാം. എന്നാലും നമ്മുടെ ഹെറിഡിറ്ററി ജീന്, അപ്പം അതിനാണല്ലോ സയൻറ്റിസ്റ്റുകൾ നേച്ചർ ആൻഡ് നർച്ചർ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു വ്യക്തിക്ക് അവരുടെ എൻവയോൺമെൻറ്റ്, വളരുന്ന സാഹചര്യങ്ങൾ ആണോ ജനിതകമാണോ ആ വ്യക്തിയെ കൂടുതലായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. നേച്ചർ ആൻഡ് നർച്ചർ, ബയോളജി ഓർ എൻവയോൺമെൻ്റ് ആണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ജനിതകം, നമ്മൾ ജീന് പാസ് ചെയ്യുന്ന ജനറേഷനായിട്ട് നമ്മുടെ വല്യപ്പനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ വരാം, ചിലപ്പം അപ്പനുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പാറ്റേൺസൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഉദാഹരണത്തിന് കൗൺസിലിങ്ങിൽ തെറപ്പിസ്റ്റുകൾ ഒരു 3 ജനറേഷണൽ ജീനോഗ്രാം വരച്ച് അത് നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചില പാറ്റേൺസ് കാണാം. ഉദാഹരണത്തിന് വിവാഹമോചനം പല തലമുറകളിൽ വരുന്നു, അല്ലെ ആത്മഹത്യ. അത് ശരീരത്തിൻ്റെ പോലെ തന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങളും തലമുറകളിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചില സൈക്കിൾസ് അല്ലെ പാറ്റേൺസ് ചില ഇടത്ത് വെച്ച് നമ്മളത് കണ്ടിന്യൂ ചെയ്യാതെ അത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടേലേ അത് പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ ഈ നൊമ്പരത്തിൻ്റെ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ചില പരിക്കുകൾ ഏൽക്കും. പക്ഷെ അതിൽ നിന്നുള്ള ഒരു ഹീലിങ്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചില പേടി. ഉദാഹരണത്തിന് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കമ്പിളിപ്പുഴു താഴോട്ട് വീണപ്പോൾ എൻ്റെ അടുത്തിരുന്ന് മമ്മി കാറി. അപ്പോൾ ആ പേടി കിട്ടി എനിക്കിപ്പോഴും പുഴുവിനെ പേടി വരും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുനാളിലെ നമ്മൾ പോലും അറിയാതെ നമ്മളതിൽ നിരപരാധിയായിരിക്കാം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളിലൂടെ, ഇപ്പം അതുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ ആ അബ്യൂസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ അദ്ദേഹത്തെ മരത്തെ കെട്ടിയിട്ട് അപ്പൻ പണിഷ് ചെയ്യുമ്പോൾ അടിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉറക്കമില്ലായ്മയ്ക്കാണ് കൗൺസിലിങ്ങിന് വന്നത്. പക്ഷെ അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് നമ്മൾ പോകുമ്പം ആ റൂട്ട് കിടക്കുന്നത് ചൈൽഡ്ഹുഡിലാണ്, കുഞ്ഞുനാളിൽ. അതൊരിക്കലും ആരോടും പറയാത്ത വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്, നൊമ്പരത്തിൻ്റെ അനുഭവമാണ്. അപ്പം എന്നെ മരത്തിൽ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. അത് പറയാൻ അത്ര ഷെയിമാണ്. പക്ഷെ എൻ്റെ അപ്പനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. എൻ്റെ അപ്പൻ ഒത്തിരി നല്ല മനുഷ്യനാണ്, നല്ല അപ്പനാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴിങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നതെന്ന് നമുക്ക് പറയാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അത് നമ്മുടെ തിരിച്ചറിവിൻ്റെ ഒരു ഭാഗമോടെയാണ്. അപ്പോൾ അത് നമ്മൾ പറയേണ്ടടുത്ത്, എല്ലായിടത്തും അല്ല, നമുക്ക് പറയാൻ പറ്റുന്ന എക്സ്പേർട്ടിൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് നമ്മളത് പ്രോസസ്സ് ചെയ്യുമ്പം നമുക്കുണ്ടാകുന്നൊരു ഹീലിംഗാണ്. ആ ഹീലിംഗ് നമ്മുടെ സോൾ, മൈൻഡ് ആൻഡ് ബോഡി ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തിന് അത്യാവശ്യമാണ്. അപ്പം തിരിച്ചറിവാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചെറുപ്പകാലത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് ഏറ്റ പരിക്കുകളെക്കുറിച്ചുള്ള അറിവ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിനാകാം, എൻ്റെ പേരൻസിനാകാം ഉണ്ടായിട്ടുള്ള ചില തഴക്കദോഷങ്ങളുമാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ആൽക്കഹോളിസം, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ്, അല്ലെങ്കിൽ ചില മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പ്രോബ്ലംസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇതൊക്കെ കൊണ്ട് എനിക്കും ഇതൊക്കെ ഉണ്ടാകാം. എൻ്റെ കുറ്റം കൊണ്ടല്ലാത്ത ഒരു പ്രശ്നത്തിൽ പോലും നമുക്കുണ്ടാകുന്ന ഒരിത് ചിലപ്പോൾ ഗിൽറ്റായിരിക്കാം, ഷെയിമായിരിക്കാം. അപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് ഷെയിം. അതൊട്ടും നമ്മളെ ഹെൽത്തി ആക്കുന്നതല്ല. ഈ ഷെയിം കാരണം പോലും നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളോ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോട് ഷെയർ ചെയ്യാൻ മടിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഓക്കെ ആയിട്ട് കാണിച്ചാൽ അകത്ത് നമ്മൾ ഒത്തിരി സഫർ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അത് ഒത്തിരി ഹീലിങ്ങിൻ്റെ മെത്തേഡുകളുണ്ടെങ്കിലും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഏറ്റവും വലിയ ഹീലർ ഈശോ ആയിരുന്നു, അല്ലേ? ഈശോ ഈ ലോകത്തായിരുന്നപ്പോഴെല്ലാവരെയും സുഖപ്പെടുത്തുക, അല്ലേ? തളർവാദ രോഗിയോടും ആദ്യം പറഞ്ഞത് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മനസ്സ്, ഈ ഹീലിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പല മുറിവുകളും, മുറിവേറ്റവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തുമെന്നല്ലേ? അപ്പോൾ ആ മുറിവ് ഹീലായി കഴിഞ്ഞാലോ മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനുള്ള ഒരു കൃപയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡിലെ പല മുറിവുകൾ, ഉദാഹരണത്തിന് നമ്മൾ മുമ്പേ പറഞ്ഞ ഫിസിക്കൽ അബ്യൂസ്, അത് പേരൻസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോഴത്തെ ഒരു ആങ്കറാകാം. കുട്ടികളുടെ ശിക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ, അതോറിറ്റേറിയൻ കൾച്ചറാണ്, നമ്മുടെ അതോറിറ്റേറ്റീവ് രീതിയിലാണ് ഞാൻ പറയുന്നത് നീ കേൾക്കണം. അപ്പോൾ കുട്ടിക്ക് പലപ്പോഴും മനസ്സിലാത്ത പോലും ഇല്ല എന്തിനാണ് പണിഷ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളോട് പറയാറില്ലല്ലോ എന്തിനാണ് അടിച്ചത്. അടി കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ അടി കിട്ടിയത് എന്തിനാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവത്തില്ല ചെറുപ്പകാലത്ത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച കൾച്ചറിൽ പറയാൻ മറന്നു എന്തിനാണ് അടി തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ വഴക്ക് കിട്ടിയതെന്ന് പോലും കുട്ടികൾക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് പറഞ്ഞു,
ടീച്ചർക്ക് ദേഷ്യം വന്ന് അവരെന്തൊക്കെയോ എന്നോട് പറയാം, ടീച്ചർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും സങ്കടം വന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് നല്ല സങ്കടം വന്നിരിക്കുന്നു, എൻ്റെ മൂഡ് ശരിയേ അല്ലാന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അപ്പം അത് ശരിയാണെന്ന് എനിക്കറിയില്ല സിസ്റ്ററെ, പക്ഷെ ഞാനതങ്ങനെ അങ്ങ് പറയും. ഏത് ഏജിലുള്ള കുട്ടിയോടാ 10 പറഞ്ഞത്? വയസ്സൊരു 5ാം ക്ലാസ്സുകാരിയോടെ പറഞ്ഞേ. പക്ഷെ ഞാനത് നല്ല രീതിയിൽ ഞാൻ അവളെ വഴക്ക് പറയണ്ടെന്ന് കരുതി പറഞ്ഞാണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ കൂട്ടായപ്പം എന്നോട് വന്ന് പറഞ്ഞു, ടീച്ചർ അന്ന് എന്നോട് ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് ദേഷ്യം വരുവാന്ന് എന്നോട് പറഞ്ഞില്ലേ എന്നവള് പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലായത് ഞാനത് അവളെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി അവളോട് പറഞ്ഞ കാര്യമാണെങ്കിലും അവക്കത് വിഷമായി, അവക്കത് ഫീൽ ചെയ്തു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കൊച്ചു കുട്ടികൾ പലപ്പോഴും നമ്മുടെ ആങ്കർ അവർക്ക് വേറൊരു സാഹചര്യം കൊണ്ടാണ് ദേഷ്യം വന്നിരിക്കുവാന്നല്ല അവർ മനസ്സിലാക്കുന്നത്, എന്നോടായിട്ട് എടുക്കുന്നത്. അവർ പേഴ്സണലായിട്ട് അത് എടുക്കും, തീരെ കൊച്ചു കുട്ടികൾ. അതേസമയത്തിലൂടെ മുതിർന്ന ഒരു കൗമാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ യങ് അഡൽട്ട് ആയിട്ടുള്ളവരോട് ലിനറ്റ് അത് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകും. ഇന്നത്തെ ഒരു ദിവസം എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ടീച്ചർ വിഷമിച്ചിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ കൊച്ചു കുട്ടികളോട് എനിക്ക് ദേഷ്യം വന്നിരിക്കും, എൻ്റെ അടുത്ത് വരരുതെന്ന് പറയുമ്പം അവരോടായിട്ട് അത് എടുക്കാം. അപ്പോൾ നമ്മൾ തീരെ കൊച്ചു കുട്ടികളുടെ അടുത്ത് അതിന് മുമ്പേ നമ്മൾ കുട്ടികളുടെ അടുത്ത് വരുന്നതിന് മുമ്പേ നമ്മളത് മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ എനിക്ക് പറ്റും? ചിലപ്പോൾ ഞാൻ എക്സർസൈസ് ചെയ്താൽ മതിയായിരിക്കും, ചിലപ്പോൾ ഇത്തിരി പാട്ട് കേൾക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ചിലർക്ക് കുക്ക് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവർ റിലാക്സ്ഡ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൗൺസിലിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും ദിവ്യാരണ്യ ചാപ്പലിൽ കയറി ഈശോയോട് അത് അവരെല്ലാം സമർപ്പിച്ച് അവരെല്ലാം കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് അവരെല്ലാം നോക്കുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം എന്നെ ഒത്തിരി റിലാക്സ്ഡ് ആക്കും. അപ്പോൾ പലപ്പോഴും ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് സ്കൂളിൽ വരുന്ന ഒരു കുട്ടിയെ അല്ലെ ആ കുട്ടിക്ക് കിട്ടാതെ പോകുന്ന സ്നേഹം, കരുതൽ, അല്ലെ ഒരു ശ്രദ്ധയൊക്കെ നല്ല ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റും സ്കൂളിൽ. അപ്പം ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നവർ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് സ്കൂളിൽ പോകുന്നവർ, അവിടെ അവർ ടീച്ചേഴ്സ് അവരുടെ ഇമോഷൻസ് ചോദിക്കും, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യും, വില കൊടുക്കും. ഓ ഓക്കെ, ഇന്ന് ഒത്തിരി സങ്കടമായിരുന്നോ വീട്ടിൽ, ഇങ്ങനെയൊക്കെ അവരോട് ചോദിച്ച് അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് കുട്ടിക്ക് തോന്നുന്നത്. കേൾക്കുന്ന ആളുകൾ കുട്ടികളുടെ ഇമോഷൻസിനെ വില കൊടുക്കണം. ഒത്തിരി സങ്കടമായിപ്പോയി അല്ലേ. ഇപ്പോൾ നമ്മൾ ഇമോഷൻസിനെയൊക്കെ നെയിം ചെയ്യാനായിട്ട് കൗൺസിലിങ്ങിൽ തെറപ്പിയിൽ ഉപയോഗിക്കുന്നത് ഒരു സ്കെയിലിംഗ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഓൺ എ 0 to 10 സ്കെയിലിൽ 0 എന്ന് പറയുന്നത് ഒട്ടും സങ്കടമില്ലാത്ത അവസ്ഥ, 10 എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് ആയിട്ടുള്ള സങ്കടം അല്ലെങ്കിൽ ആങ്കർ, അതിലെവിടെയാണ് നിൽക്കുന്നത്, 1-ലാണോ 2-ലാണോ, അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇമോഷൻസിന് വില കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു നെഗറ്റീവ് ഇമോഷൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമാണ് ടീച്ചറെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഇമോഷന് വില കൊടുത്ത് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒത്തിരി സങ്കടമായിപ്പോയോ, എന്തുകൊണ്ട് അത്ര സങ്കടപ്പെടുത്തിയേ, അപ്പോൾ അതൊരു ബന്ധം ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ വീട്ടിലാരും കേൾക്കുന്നുണ്ടാവത്തില്ല, പക്ഷെ ഒരു ടീച്ചറിന് ഒരു വലിയ റോളുണ്ട്. ഈ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ഒരു ടീച്ചറിന് വലിയ റോളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊക്കെ പണ്ട് പറയാറില്ലേ, ചില ടീച്ചേഴ്സിനെ നമ്മൾ ജീവിതത്തിൽ മറക്കത്തില്ല, പക്ഷെ അതുപോലെ നമ്മൾ പറയാറില്ലേ ഇന്ന ടീച്ചറിനെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല, ആ ടീച്ചർ കാരണമാണ് നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിൻ്റെ വിഷയം നമ്മൾ നന്നായിട്ട് പഠിക്കും. അതേസമയം നമ്മളെ മുറിപ്പെടുത്തുന്ന ഒരു ടീച്ചറാണെങ്കിൽ നമ്മളത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ഒരു കുട്ടിയുടെ ഭാവിയെ തകർക്കാൻ പോലും നമ്മുടെ വാക്കുകൾക്ക് പവറുണ്ട്. നമ്മളിപ്പോൾ ഹീലിങ്ങിനെ പറ്റി ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്, സൈക്കോളജിയെ പറ്റിയിട്ടും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നാൽ തന്നെ കൗൺസിലേഴ്സ് സംസാരിക്കുന്നത് ഹീലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിറ്റിംഗ് എടുത്തത് കൊണ്ട് ഹീലിംഗ് കിട്ടണം എന്നില്ല. ഒരു കൗൺസിലറും ഒരു പേഷ്യൻ്റ് ഹീലിംഗ് കിട്ടിയെന്ന് പറയുന്നില്ല. അപ്പോൾ അതവർ പറയുന്നത് സമയമെടുക്കും. 1-2 സിറ്റിംഗ് കഴിഞ്ഞതുകൊണ്ട് ഹീലിംഗ് കിട്ടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹീലിംഗ് കിട്ടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ക്രിസ്ത്യാനിക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് ചുറ്റും ബലഹീനരെ ദൈവം തമ്പുരാൻ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നത് പോലെ ബലഹീനതയോടെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീലിംഗ് കിട്ടും. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമോ സിസ്റ്റർ? എൻ്റെ ഒരു മനസ്സിലാക്കലിൽ ഈ ഹീലിംഗ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചറിവ് വേണമല്ലോ. ഞാൻ വൂണ്ടഡ് ആണ്, ഞാൻ എവിടെയാണ് വൂണ്ടഡ് ആയത്, എപ്പോഴാണ് വൂണ്ടഡ് ആയത്, എന്നെ അത് എത്രമാത്രം വൂണ്ടഡ് ആക്കി, ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചിലതിൻ്റെ ഒന്നും ഉത്തരം നമ്മൾ ഈ ഒരു അഡൽട്ട്ഹുഡിൽ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ല. പലപ്പോഴും നമ്മുടെ ബിഹേവിയറിൻ്റെ ഒക്കെ പ്രോബ്ലമായിട്ട് പറയുന്നത് മറ്റൊരാളാണ്. ഇവള് കാരണം ഞാൻ ദേഷ്യപ്പെട്ടു, ഇവളെന്നെ ദേഷ്യം പിടിപ്പിച്ചു. അപ്പം ഒരാൾ കാരണം നമുക്ക് ദേഷ്യം വരുന്നതാണോ, നമ്മളിൽ തന്നെ ഉള്ള എന്തോ നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നതാണോ? ഹീൽ ചെയ്യപ്പെടാതെ ഉള്ള വൂണ്ടുകൾ നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞായിരുന്നു, മരത്തെ കെട്ടിയിട്ട് അടിച്ച ആ മനുഷ്യന് വടി കാണുമ്പോൾ ചിലപ്പോൾ ഒരു ട്രിഗറായിരിക്കാം. അല്ലെങ്കിൽ ഒരു അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു കുട്ടിക്ക് ചില സാഹചര്യങ്ങൾ, ചില മുറികൾ, ചില കളറ് അത് ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല, അത് കാണുമ്പോൾ ട്രിഗറായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പാനിക് അറ്റാക്ക് സിംറ്റംസ് കാണിക്കും, വിറയ്ക്കുമായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് നെർവസ് ആകുമായിരിക്കാം.
അപ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടാകുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെ ട്രൗമയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 21 വയസ്സിൽ താഴെ എന്ന് പറയുന്നത്. 21 വയസ്സിലാണല്ലോ തലച്ചോറ് പൂർണ്ണ വളർച്ചയിലെത്തുന്നെന്ന് റിസർച്ചേഴ്സ് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ 21 ആൻഡ് 25. അപ്പോൾ അതിന് താഴോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ് അത് കേൾക്കപ്പെടാതെ പോയിട്ടുണ്ട്, വാലിഡേറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലുണ്ടാക്കുന്നത് ഒരു ഇഞ്ചുറി, പരുക്ക. അപ്പോൾ അത് നമ്മൾ പിന്നീട് പല റിയാക്ഷൻസ് ആയിട്ട് പുറത്തു വരും. അത് ചിലപ്പോൾ വിവാഹ ജീവിതത്തിലായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ബ്ലെയിം ചെയ്യും, അവൾ കാരണമോ അല്ലെ ഇവൻ കാരണമാണെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മളിൽ ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന മുറിവേറ്റ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ ഒരു ബിഹേവിയറൽ എക്സ്പീരിയൻസ് ആണ് പിന്നീട് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം മുറിവുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയുടെ ഒക്കെ ശുശ്രൂഷയുണ്ട്. അപ്പൊ ക്ഷമിക്കുന്ന സ്നേഹമാണല്ലോ ഈശോ. അപ്പം പലപ്പോഴും ഞങ്ങളൊക്കെ അതിന് പങ്കെടുക്കുന്ന സമയത്ത് ഇത് ഹീൽ ചെയ്യപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. ഇപ്പം നമുക്ക് ആരോടെങ്കിലും ഭയങ്കരമായിട്ടൊരു ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഫാമിലിയിലൊക്കെ ഉള്ള ആരോടെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യപ്പെടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഈ ഈശോ നൽകുന്ന ഒരു ഹീലിംഗ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം നമ്മൾ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുമ്പം ഈശോയ്ക്ക് സുഖപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ് ഞാൻ. എന്നിലൂടെയാണ് ഈശോ സുഖപ്പെടുത്തുന്നത്. അങ്ങനെ ഞാൻ വിശ്വസിക്കാറ്. അപ്പോൾ ഈ ലിനറ്റ് മുമ്പേ ചോദിച്ചതുപോലെ കൗൺസിലിംഗ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ വ്യക്തിയെ ഇതിനെക്കുറിച്ച് അവെയറായി വരുന്ന ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഒരു സെഷനിലൂടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. ഈശോയുടെ സൗഖ്യത്തിൽ ഈശോ ഒരേ സമയം ദൈവവും മനുഷ്യനുമായ ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റും. നമ്മൾ മനുഷ്യനെന്ന് പറയുമ്പോൾ ഈശോയിലേക്ക് അവരെ അടുപ്പിക്കുന്നതും കൂടെ ആണല്ലോ ഒരു ശുശ്രൂഷ, ദൈവത്തിലേക്ക്. അപ്പോൾ അതിൽ ചിലപ്പോൾ കുമ്പസാരിക്കേണ്ടതുണ്ടായിരിക്കാം, ക്ഷമിക്കേണ്ടതുണ്ടായിരിക്കും, അവനവനോട് തന്നെ ക്ഷമിക്കേണ്ട ചില മേഖലകളുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്കെല്ലാം തിരിച്ചറിവ് വേണം. എനിക്ക് എന്നോട് ക്ഷമിക്കേണ്ടതുണ്ടെന്നും, ഉദാഹരണത്തിന് ഞാൻ മറ്റൊരാളാൽ ഉപദ്രവിക്കപ്പെട്ട ആളാണെങ്കിൽ എനിക്ക് എന്നോടും, അത് ചെറിയ പ്രായത്തിലാണെങ്കിൽ 10 വയസ്സിൽ താഴെ ഉള്ള കാലഘട്ടത്തിൽ ഒരു കുട്ടി അന്യായമായിട്ട് ദുരുപയോഗിക്കപ്പെട്ടു. ആ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഞാൻ കാരണമാണെന്ന്. ആ കുട്ടിക്ക് അറിയില്ല മറ്റൊരാളുടെ തിന്മ കാരണമാണ് ഞാൻ ഉപദ്രവിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ പ്രായത്തിലില്ല. അപ്പോൾ ആ കുട്ടി ഉള്ളിൽ എടുത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കാം, ഞാൻ മോശമാണെന്നായിരിക്കും. ആ മോശമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെയിമും ഗിൽറ്റും ക്യാരി ചെയ്തായിരിക്കും. അത് ചിലപ്പോൾ ആരോടും പറയണമെന്നില്ല. അപ്പം ഈശോയുടെ സൗഖ്യത്തിലേക്ക് വരുന്നത് ചിലപ്പോൾ ഞാൻ 20-ാമത്തെ വയസ്സിലൊരു ധ്യാനം കൂടുമ്പോഴായിരിക്കും. അപ്പോഴായിരിക്കും ഞാൻ ചിലപ്പം ഈശോയുടെ ഒരു അനുഭവം ഈശോ തരുക. എനിക്ക് അത് നമ്മൾ വചനത്തിലൂടെ ആയിരിക്കും അനുഭവം കിട്ടുന്നത്, അല്ലെ നമുക്ക് കിട്ടുന്ന ധ്യാന ടോക്കിലൂടെ ആയിരിക്കും. കർത്താവ് നമ്മളോട് പല രീതിയിൽ സംസാരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരൻസിലൂടെ സംസാരിക്കും, ടീച്ചേഴ്സിലൂടെ സംസാരിക്കും, വികാരിയച്ഛനിലൂടെ, കൗൺസിലറിലൂടെ ഒക്കെ ഈശോ നമ്മളോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും. അപ്പം അത് കിട്ടുന്ന സമയം അത് തമ്പുരാൻ്റെ ഒരു സമയമാണ്. അത് തിരിച്ചറിവിലൂടെയും കൂടെയാണല്ലോ ആ ഒരു ഹീലിംഗ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൗൺസിലിങ്ങിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പുരുഷനെ ഇൻഡിവിജ്വലായിട്ട് കൗൺസിലിംഗ് നടത്തിയ സമയത്ത് എനിക്ക് ഉള്ളിൽ വരുന്ന ഒരു ഇമോഷൻ ഫിയർ വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ സൂപ്പർവൈസറിനോട് എനിക്ക് ഈ സെഷനിലെ ഫിയർ വന്ന് നമ്മൾ സൂപ്പർവൈസറിനോടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം, ഏത് തിയറിയാണ് ഉപയോഗിച്ചത്, നമുക്ക് വന്ന ഇമോഷൻ എന്താണെന്നൊക്കെ ആ പരിശീലന കാലഘട്ടത്തിൽ പറയണം. അപ്പോൾ ഞാൻ ഈ ഫിയർ വന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തെറപ്പിസ്റ്റ് ഒരു കാത്തലിക് തെറപ്പിസ്റ്റ് ആയതുകൊണ്ട്, സൂപ്പർവൈസർ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, എന്താണെന്ന് നീ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ദിവികാരണ ഈശോയുടെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈശോയെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഫിയർ തോന്നുന്നത്. അപ്പോൾ അത് എനിക്ക് ആദ്യം ചോദിച്ചപ്പോഴൊന്നും എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ഒരിക്കലും ഇങ്ങനെ അതിന് സൂപ്പർവൈസറിനോട് പറയേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഒരു കാര്യം എന്നെ ഓർപ്പിച്ചു. അത് നമ്മൾ മഠത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 15 വയസ്സ് നടന്ന ഒരു സംഭവം. ഒരു ബസ്സിൽ ഒരു സ്ത്രീയെ ഒരു കുട്ടിയായിട്ട് നിൽക്കുക. അപ്പോൾ വളരെ മെല്ലിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ ബസ്സിൽ വീഴാൻ പോവുക. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനോടൊന്ന് എഴുന്നേറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എഴുന്നേറ്റ് കൊടുത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും ആ ചേട്ടനോട്, ഒരു ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് വരിക, അപ്പോൾ നമ്മൾ വീണ്ടും ആ ചേട്ടനോട് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഷൗട്ട് ചെയ്തു, ഞാൻ ആരാന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ച് ഷൗട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ആ 15-ാമത്തെ വയസ്സ് നമുക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, നമുക്ക് ആ സ്ത്രീയോട് തോന്നിയ ഒരു കരുണയെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വീട്ടുകാരൊക്കെ, അപ്പോൾ അവർക്കതൊരു ഷെയിമാണ്. അപ്പോൾ നമ്മളോട് തീർച്ചയായിട്ടും ആ കൊച്ചിനോട് എന്തായിരിക്കും പറഞ്ഞേക്കുന്നത്, മോക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനാ വല്ലവരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ പോയെ. നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് അവിടെ വാലിഡേഷൻ കിട്ടുമല്ല. അപ്പോൾ നമ്മൾ ദിവ്യകാരണത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഈശോ ശരിക്കും നമ്മളോട് പറയുക, നീ ഇപ്പോൾ സിസ്റ്റർ ആയിരിക്കുന്നത് ഇന്നൊരു കോൺഗ്രിഗേഷനില്ല,
ഈ കോൺഗ്രിഗേഷൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റ്. പക്ഷെ നീ മടത്തി വരുന്നതിന് മുമ്പേ നീ ആ സ്ത്രീയോട് അത് ഈശോ വാലിഡേറ്റ് ചെയ്യുക. 15ാമത്തെ വയസ്സ് നടന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഹീലിംഗ് എന്നിൽ നടക്കുന്നത് ഒരു 35 വയസ്സിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പ്രായത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മളെ വേദനിപ്പിച്ചതാണ്, പേടിപ്പിച്ചതാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ലേറ്റർ ഓൺ ലൈഫിൽ ഉണ്ടാകുമല്ലോ. അതാ അപ്പം അത് ഈശോയെ സുഖപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ കൗൺസിലർക്ക് ഈശോയുടെ ഒരു പ്രതിനിധിയായിട്ട് നിന്ന് ഒരു ആത്മീയ തലത്തിലാണോ ഹീലിംഗ് വേണ്ടത്, മാനസിക തലത്തിലാണോ, ശരീരത്തിൻ്റെ തലത്തിലാണോ എന്ന് ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുമ്പസാരം എന്ന് പറയുന്നത് കൗൺസിലിംഗ് അല്ല. കുമ്പസാരത്തിൽ നമ്മുടെ പാവങ്ങളാണ് നമ്മൾ ഏറ്റുപറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പാവത്തിന് കാരണമായ റൂട്ട് കോസ് ആയിട്ടുള്ള ചില മുറിവുകൾ സൗഖ്യപ്പെടാനായിട്ട് അതിനെ തിരിച്ചറിവ് കൊടുക്കുന്ന ഒരു ഇതാണ് കൗൺസിലിംഗ്. സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളെ തിരിച്ചറിവുകളാക്കി മാറ്റാം. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാം. നമ്മളെ മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, ചുറ്റുമുള്ളവരെയും തിരിച്ചറിയാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഒപ്പത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.